ഹായ് സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിലേഷണൽ ഓൾജിബ്ര എന്ന ടോപ്പിക്കിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. അപ്പോൾ എന്താണ് റിലേഷണൽ ഓൾജിബ്ര എന്ന് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കുറേ ലാംഗ്വേജസ് എന്താണെന്ന് നോക്കാം. ഒരു ഡേറ്റാബേസ്, ആ ഡേറ്റാബേസിൽ നിന്നും എങ്ങനെ ഡേറ്റ ആക്സസ് ചെയ്യാം എന്നത് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജാണ് നമ്മൾ കൊറിയൻ ലാംഗ്വേജസ് എന്ന് പറയുന്നത്. അപ്പോൾ പലതരത്തിലുള്ള കൊറിയൻ ലാംഗ്വേജസ് ഉണ്ട്. ഡിക്ലറേറ്റീവ് ലാംഗ്വേജസ്, പ്രൊസീജിയറൽ ലാംഗ്വേജസ്. ഡിക്ലറേറ്റീവ് ലാംഗ്വേജസ് എന്ന് പറയുമ്പം ഇവിടെ ഇത് സ്പെസിഫൈ ചെയ്യുന്നത് എന്ത് ഡേറ്റയാണ് റിട്രീവ് ചെയ്യേണ്ടത് എന്നാണ്, അല്ലാതെ അത് എങ്ങനെ റിട്രീവ് ചെയ്യേണ്ടതെന്നൊന്നും ഇവിടെ സ്പെസിഫൈ ചെയ്യാറില്ല. ഇനി പ്രൊസീജിയർ ലാംഗ്വേജ് എന്ന് പറയുമ്പം ഇവിടെ ഒരു ഡേറ്റാബേസിലെ എന്ത് ഡേറ്റയാണ് റിട്രീവ് ചെയ്യേണ്ടതെന്നും അതുപോലെ അത് റിട്രീവ് ചെയ്യാനുള്ള പ്രോസസ്സും സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ഈ കൊറിയൻ ലാംഗ്വേജസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഡേറ്റാബേസിലുള്ള ഡേറ്റാസിനെയൊക്കെ അപ്ഡേറ്റ് ചെയ്യുകയും ഡിലീറ്റ് ചെയ്യാനൊക്കെ പറ്റും ഇതുപയോഗിച്ചിട്ട്. അപ്പം അപ്ഡേഷൻ, ഡിലീഷൻ എന്നൊക്കെ പറയുന്ന ഡേറ്റാസിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേഷൻ ആണല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കൊറിയൻ ലാംഗ്വേജിനെ നമുക്ക് ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജസ് എന്നും വിളിക്കാം. അപ്പോൾ അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിലേഷണൽ ഓൾജിബ്ര എന്ന ടോപ്പിക്കിനെ പറ്റി ആണ്. ഇപ്പോൾ റിലേഷണൽ ഓൾജിബ്ര എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു പ്രൊസീജിയറൽ കൊറിയൻ ലാംഗ്വേജ് ആണ്. എന്തായിരുന്നു പ്രൊസീജിയറൽ കൊറിയൻ ലാംഗ്വേജിൻ്റെ പ്രത്യേകത? ഇതുപയോഗിച്ച് നമുക്ക് ഏത് ഡേറ്റാബേസിലെ എന്ത് ഡേറ്റയാണ് വേണ്ടതെന്നും അതുപോലെ തന്നെ അത് എങ്ങനെ നമുക്ക് റിട്രീവ് ചെയ്യാമെന്നും സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പം 1970s ലിയഫ് കോഡാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരുപാട് റിലേഷണൽ ഓൾജിബ്ര ഓപ്പറേഷൻസ് ഉണ്ട്. എന്തിനാണ് ഈ റിലേഷണൽ ഓൾജിബ്രയിൽ? അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പം മെയിൻലി ഈ എല്ലാ റിലേഷണൽ ഓൾജിബ്ര ഓപ്പറേഷൻസും നടക്കുന്നതെന്ന് വെച്ചാൽ എന്താണ്, ഒന്നോ രണ്ടോ റിലേഷൻസ് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നു, എന്നിട്ട് ഒരു റിലേഷൻ ഔട്ട്പുട്ടായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ റിലേഷണൽ ഓപ്പറേഷൻസ് എന്ന് പറയുമ്പം അതിനകത്ത് ഓരോ ഓപ്പറേഷനും ഒരു റിലേഷനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കൊറി എന്ന് പറയുമ്പോൾ എന്താ? സിംപ്ലി ഒരു റിലേഷണൽ ഓൾജിബ്ര എക്സ്പ്രഷനാണ്. മെയിൻലി ഫണ്ടമെൻ്റൽ 6 റിലേഷണൽ ഓപ്പറേഷൻസ് ആണ് ഉള്ളത്. അതുപയോഗിച്ച് നമുക്ക് പല ഡെറൈവ്ഡ് ആയിട്ടുള്ള റിലേഷണൽ ഓപ്പറേഷൻസും ക്രിയേറ്റ് ചെയ്യാനും പറ്റും. ഇനി എന്താണ് റിലേഷണൽ ഓൾജിബ്ര ഇത്രയ്ക്ക് യൂസ്ഫുൾ ആകുന്നത്? 1970s ഇത് ഡെവലപ്പ് ചെയ്തിട്ടും എന്തുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ഇത് പഠിക്കുന്നത്? കാരണം ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പല കൊറിയൻ ലാംഗ്വേജസിൻ്റെയും ബേസിക്സ് വരുന്നത് റിലേഷണൽ ഓൾജിബ്രയിൽ നിന്നാണ്. SQL, സ്ട്രക്ചർഡ് കൊറിയൻ ലാംഗ്വേജ്, ഇതെന്ന് പറയുന്നത് ഒരു ഡിക്ലറേറ്റീവ് ആയിട്ടുള്ള ലാംഗ്വേജാണ്, കൊറിയൻ ലാംഗ്വേജാണ്. ഇത് റിലേഷണൽ ഓൾജിബ്രയിലും ലൂസ്ലി ബേസ്ഡ് ആണ്. പലതരത്തിലുള്ള റിലേഷണൽ ഡേറ്റാബേസുകൾ, ഇവയെല്ലാം റിലേഷണൽ ഓൾജിബ്ര ഓപ്പറേഷൻസിനെയൊക്കെ ഉപയോഗിക്കുന്നു എക്സിക്യൂഷൻ പ്ലാൻസ് ഒക്കെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. മാത്രമല്ല ഇത് റിസൾട്ട്സ് ജനറേറ്റ് എങ്ങനെ ചെയ്യുന്നു അതിന് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സിമ്പിൾ, ക്ലീൻ, എഫക്റ്റീവ് അബ്സ്ട്രാക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ ഒപ്റ്റിമൈസേഷൻസ് ഒക്കെ ഈസിലി മാനിപ്പുലേറ്റ് ചെയ്യാനും പറ്റും. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിലേഷണൽ ഓൾജിബ്ര ഓപ്പറേഷൻസിലെ 6 ഫണ്ടമെൻ്റൽ ഓപ്പറേഷൻസ് എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ ഇവിടുത്തെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇവിടെ കുറച്ച് മാത്തമാറ്റിക്കലായിട്ടുള്ള സിമ്പിൾസ് കാണിക്കുന്നുണ്ട്. സിഗ്മ, പൈ, യൂണിയൻ, ഇതൊക്കെ മാത്തമാറ്റിക്കലായിട്ടുള്ള സിമ്പിൾസ് ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ആണ് ഇവിടെ. സെലക്ട് ഓപ്പറേഷൻസ്, പ്രൊജക്റ്റ് ഓപ്പറേഷൻ, സെറ്റ് യൂണിയൻ, സെറ്റ് ഡിഫറൻസ്, കാർട്ടീഷ്യൻ പ്രൊജക്റ്റ്. സിഗ്മ ഇൻഡിക്കേറ്റ് സെലക്ട് ഓപ്പറേഷൻ, പൈ പ്രൊജക്റ്റ് ഓപ്പറേഷൻ, യൂണിയൻ സെറ്റ് യൂണിയൻ ഓപ്പറേഷൻ, മൈനസ് സെറ്റ് ഡിഫറൻസ് ഓപ്പറേഷൻ, ക്രോസ് കാർട്ടീഷ്യൻ പ്രൊജക്റ്റ് ഓപ്പറേഷൻ, ടോ റീനെയിം ഓപ്പറേഷൻ. ഇവിടെ എല്ലാ ഓപ്പറേഷൻസിലും കോമൺ ആയിട്ട് എന്താ വരിക? ഇൻപുട്ടായിട്ട് ഒന്നോ രണ്ടോ റിലേഷൻ കൊടുക്കുന്നു, ഔട്ട്പുട്ടായിട്ട് നമുക്ക് മറ്റൊരു റിലേഷൻ പ്രൊഡ്യൂസ് ആകുന്നു. അപ്പോൾ ഇതാണ് എല്ലാ റിലേഷണൽ ആൾജിബ്ര ഓപ്പറേഷൻസിലും വരുന്ന കൺസെപ്റ്റുകൾ. അപ്പോൾ നമുക്ക് ഈ ഫണ്ടമെൻ്റൽ ഓപ്പറേഷൻസിനെ പറ്റിയിട്ടൊക്കെ അടുത്ത് വരുന്ന വീഡിയോകളിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. മാത്രമല്ല ഫണ്ടമെൻ്റൽ ഓപ്പറേഷൻസും ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഡെറൈവ്ഡ് ആയിട്ടുള്ള കുറച്ച് റിലേഷണൽ ഓൾജിബ്ര ഓപ്പറേഷൻസ് ഉണ്ട്. അവയെ പറ്റിയിട്ട് നമുക്ക് അടുത്ത വരുന്ന വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ റിലേഷണൽ ഓൾജിബ്ര എന്ന് പറയുന്ന ഈ ടോപ്പിക്കിനെ പറ്റി ഒരു ഐഡിയ കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.